ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എഴുത്തച്ഛൻ പുരസ്കാരം മോക്ക് ടെസ്റ്റ് ആണ്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം ഏതാണ്? ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ നിലവിലുള്ള സമ്മാനത്തുക എത്രയാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 1994 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? ഏത് വർഷം മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാര തുക 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപയായി വർദ്ധിച്ചത്? 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കേരളത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിത ആരാണ്? ഏത് സ്ഥാപനം വഴിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം സംഘടിപ്പിക്കുന്നത്? ഇതിൻ്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം ഏതാണ്? 1993. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവൻ. 1994 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? തകഴി ശിവശങ്കരപിള്ള. ഏത് വർഷം മുതലാണ് പുരസ്കാര തുക 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപയായി ഉയർത്തിയത്? 2011. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ള. കേരളത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിത ആരാണ്? ബാലാമണി അമ്മ. ഏത് സ്ഥാപനം വഴിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം സംഘടിപ്പിക്കുന്നത്? കേരള സാഹിത്യ അക്കാദമി. സോ ഫ്രണ്ട്സ്, മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്